രണ്ടാമത്തെ കൊച്ചുമകനാണ് തിരുപ്പട്ടം എന്ന് സ്വീകരിക്കാൻ പോകുന്നത്. എന്ത് തോന്നുന്നു തങ്കമ്മ? അത് മാത്രമാണ് അതിൽ എന്താ തോന്നുന്നത്? തിരുപ്പട്ടം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് വളരെ വളരെ വിഷമമുണ്ട്. വളരെ വളരെ ആഗ്രഹിച്ച ഒരു കാര്യം കൂടിയാണത്. സാരില്ല, ലൈവ് കാണാലോ. എക്സൈറ്റഡ് മാത്രമേ പറയാവൂ. തിരുപ്പട്ടം അറ്റൻഡ് ചെയ്യാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതിൽ എന്ത് തോന്നുന്നു? വളരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദിയും അതിന് എല്ലാ സഹകരണങ്ങളും എല്ലാവിധ എന്താ പറയുക സാക്രിഫൈസും ഒക്കെ ചെയ്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവകൃപയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലോയ് ചെറുമലിന് വളരെ വളരെ നന്ദിയും എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളും നേർന്ന് പ്രാർത്ഥനയിൽ എന്നും ഓർക്കുമെന്നുള്ള വാഗ്ദാനത്തോടെ അവൻ്റെ തിരുപ്പട്ട കർമ്മത്തിന്. ഹായ്, what to say about the Eloy's ordination? He'll be fine. That only. That's only. Or a few words about Eloy Chetan. Eloy Penkutten. പെൺകുട്ടൻ അല്ലത്, ആൺകുട്ടനാണ്. ഇലോയ് കുട്ടൻ. Kutten. As in my Malayalam, not that great. You'll be fine. You've chosen a good place. You've chosen a good profession for your life. Trust your instincts. Make sure you do trust God as well, but also trust your instincts. Your faith in yourself and your faith with God will help you go forward. ഇമാൻ ഇന്ന് അച്ഛനാവാൻ പോവാണ്, എന്താ പറയാനുള്ളത്? വളരെ അഭിമാനം തോന്നുന്നു. അവൻ അച്ഛനാവാൻ പഠിക്കാൻ പോയപ്പോൾ ഭയങ്കര വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഹാപ്പി ഫോർ ഹിം ബിക്കോസ് ഹി ഹാസ് ചോസൺ ദ പ്രൊഫഷൻ ഓർ ദ പാത്ത് വിച്ച് ഹി റിയലി വാണ്ട്സ്. ഇന്ന് വളരെയധികം അഭിമാനം തോന്നുന്നു. വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി ഹാപ്പി. Please, what's your opinion on the ceremony? I think I feel very grateful to be able to be part of the ceremony. I feel quite gutted I was not there for Joel's ceremony, and it's such a great occasion to meet everybody here, and I'm quite excited about it. എന്താ ഇളയ ചേട്ടൻ്റെ ഓർഡിനേഷൻ? പട്ടത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്ന് അറ്റൻഡ് ചെയ്യുന്നതിൽ എന്ത് തോന്നുന്നു? പോരാത്തതിൽ താങ്കളുടെ അനിയൻ കൂടിയാണല്ലോ ഇലോയ് ചേട്ടൻ. ജനിച്ചെന്ന് തൊട്ട് ഞാനാണ് കാണുന്നത്. ശരിക്കും ഞാൻ ഞങ്ങൾ ഒരേ പ്രായക്കാരായിരുന്നു. ഞങ്ങൾ ഒരുപാട് കളിച്ചു വളർന്നിട്ടുണ്ട്. ഒരുമിച്ച് ഒരേ കിടക്കയിൽ കിടന്ന് ഒരു പാത്രത്തിൽ നിന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓടി നടന്ന് കളിച്ചു വളർന്നിട്ടുള്ള സൗഹൃദങ്ങളായിരുന്നു ഞാനും എൻ്റെ അനിയനുമായ ഇലവിൻ തമ്മിലുള്ളത്. അവന് ഒരു അച്ഛനാവുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്, ഒപ്പം തന്നെ സന്തോഷമുണ്ട്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എന്തൊക്കെയുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. കുറേ നാളായാലും നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നമ്മളുടെ ഇലോയ് ചേട്ടൻ്റെ, അതായത് എൻ്റെ കസിൻ ചേട്ടൻ്റെ തിരുപ്പട്ട ചടങ്ങാണ് കേട്ടോ. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഈ ചടങ്ങിന് വേണ്ടിയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പയ്ക്ക് ചെറിയൊരു ആക്സിഡൻ്റായിട്ട് ആൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, കുറച്ച് റെസ്റ്റിലൊക്കെയാണ്. അതുകൊണ്ട് ഈ ചടങ്ങ് കൂടാൻ വേണ്ടിയിട്ട് അപ്പയ്ക്കും അമ്മയ്ക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കാലത്ത് അല്ലായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പള്ളിയിലേക്ക് എത്തി. അപ്പോൾ കാഴ്ച സമർപ്പണത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് മോളി ആൻറ്റി, റെൻജാഡ് ചേട്ടൻ, എഡ്ലിൻ ചേച്ചി ആൻഡ് എഡ്ലിൻ ചേച്ചിയുടെ സ്വീറ്റ് ഹസ്ബൻഡ് ജോ ചേട്ടൻ ഫ്രം പോർച്ചുഗലാണ്. ആളും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇർമൗ എന്നാണ് ആളെ വിളിക്കുന്നത്. ബിക്കോസ് പോർച്ചുഗീസിൽ ഇർമൗ എന്നാണ് ബ്രദറിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കാണുമ്പോൾ ഇർമൗ എന്നായിരിക്കും ഞാൻ അഭിസംബോധന ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ഇലോയ് ചേട്ടൻ ബിഷപ്പ് ഹൗസിൽ നിന്ന് എത്തി. പട്ടം നടത്തുന്നത് നമ്മളെ ടോണി പിതാവാണ് കേട്ടോ. ടോണി പിതാവിൻ്റെ കൂടെ തന്നെ ഇലോയ് ചേട്ടൻ റോമിൽ പഠിച്ചതുകൊണ്ട് റോമിൽ നിന്നും ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറമണി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ 3 പേരും കൂടിയിട്ട് ബിഷപ്പ് ഹൗസിൽ നിന്ന് വന്നു. ഇനി ഇവരെ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ് കേട്ടോ.
മാതൃസംഘത്തിലത്തെ അമ്മമാരാണെങ്കിലും പള്ളിയിലെ വിവിധ സംഘടനകളിലെ അമ്മമാരും ആൾക്കാരെല്ലാവരും ചേർന്ന് നല്ല രീതിയിലൊരു വരവേൽപ്പ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബാൻഡ് സെറ്റും അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒരു നല്ല വരവേൽപ്പ്. ഒത്തിരി പുരോഹിതന്മാർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു തിരുപ്പട്ട ചടങ്ങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അവർ ദേവാലയത്തിലേക്ക് കയറി വന്നു. ദേവാലയം പണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിലൊരു ഏരിയയിൽ പന്തലിട്ടിട്ടാണ് ഈ ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഉള്ളിൽ ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തു നിന്നാണ് നമ്മളുടെ ചടങ്ങുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ തിരുപ്പട്ട ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് പുരോഹിതനാവാൻ കൊതിക്കുന്ന കുട്ടികൾ, അതുപോലെ ഡീക്കൻ മിനിസ്റ്റർ ചെയ്യുന്നവർ, അവരെല്ലാവരും, അതുപോലെ ഒരുപാട് പുരോഹിതർ എല്ലാവരും ചേർന്നാണ് ഈ ഒരു എൻട്രൻസ്. വൈദികനാകുന്ന ആ ഒരു വ്യക്തി, അതായത് നമ്മുടെ കാര്യത്തിൽ ഇലോയ് ചേട്ടൻ പാരൻസിൻ്റെ കൂടെ വരുന്നു. പിന്നിൽ ടോണി പിതാവും. ഞങ്ങളുടെ അമ്മച്ചി ഭയങ്കര ഇമോഷണലായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് സ്വന്തം പേരക്കുട്ടി ഇങ്ങനെ പുരോഹിതനാവുന്നത് കാണുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ശുശ്രൂഷ ആരംഭിച്ചു. ഇലോയ് ചേട്ടൻ നിന്നും കാപ്പ ദേവാലയത്തിലെ വികാരിക്ക് കൊടുക്കുന്നു. അവിടെ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ കൈകൾ കഴുകി ശുദ്ധിയാക്കി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ശുശ്രൂഷയുടെ മെയിൻ പരിപാടികൾ തുടങ്ങുന്നത് കേട്ടോ. അതിനുശേഷം തിരിതെളിയിക്കൽ ചടങ്ങാണ്. ഇലോയ് ചേട്ടനും പാരൻസും അതുപോലെ പിതാവും പിന്നെ സഹകാർമ്മികരും മുഖ്യ കാർമ്മികരും എല്ലാവരും ചേർന്നായിരിക്കും തിരിതെളിക്കൽ നടത്തുന്നത്. ഇവിടെ സഹകാർമ്മികനായിട്ടുണ്ടായിരുന്നത് ജോയൽ ചേട്ടനാണ്. അതായത് ജോയലച്ചൻ നമ്മുടെ ഇലോയ് ചേട്ടൻ്റെ സ്വന്തം ചേട്ടനാണ്. ലോകസുഖങ്ങളിൽ നിന്നും വിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഈ പുരോഹിതർ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യം അവരുടെ തലയിലെ മുടി ചെറുതായി കട്ട് ചെയ്ത് മാറ്റുന്നൊരു രംഗമായിരുന്നു ഇപ്പോൾ കണ്ടത് കേട്ടോ. പിന്നീട് നമ്മുടെ ബലിപീഠം ചുംബിക്കുകയും ഈ ഒരു ക്രിസ്ത്യാനി ആവുന്നത്, ഓരോരുത്തരും ക്രിസ്ത്യാനി ആവുന്നത് മാമോദീസ സ്വീകരിച്ചതിന് ശേഷമാണല്ലോ. മാമോദീസ തൊട്ടി ചുംബിക്കുകയും ചെയ്ത് പിന്നീട് നമ്മൾ ശുശ്രൂഷകളിലേക്ക് കടന്നു പോകുമ്പോൾ ക്രിസ്റ്റിയായിരുന്നു ബൈബിൾ വായന നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ മുഖ്യ ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. 2 കൈവെപ്പ് ശുശ്രൂഷ ഉണ്ടായിരുന്നു. പിന്നീട് തിരുവസ്ത്രം അണിയിക്കുന്ന രംഗം, അതാണ് ഈ കാണുന്നത് കേട്ടോ. തിരുവസ്ത്രം അണിയിച്ചതിന് ശേഷം പിതാവ് ഇലോയ് ചേട്ടൻ്റെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു കുരിശടയാളം വരച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വീണ്ടും തൈലം പൂശി വീണ്ടും അത്രയും പവിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഹിതനായതിനു ശേഷം 3 വട്ടം നമ്മുടെ ബലിപീഠം ചുംബിക്കും. ആ ഒരു രംഗമാണിത് കേട്ടോ. പുരോഹിത ശുശ്രൂഷ ഇതോടെ തീരുകയാണ്. ഇനി ഇലോയ് ചേട്ടൻ അർപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ തിരുബലിയാണിത്. കുർബാനയ്ക്ക് ശേഷം ഇലോയ് ചേട്ടൻ എല്ലാവരുടെ അടുത്ത് നന്ദി പറയുകയും നവവൈദികനെ എല്ലാവരും ആശംസിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളുടെ അമ്മാമ്മ നമ്മളെ ചടങ്ങിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞച്ഛനും കുഞ്ഞിനും ഒക്കെയും കൂട്ടിയിട്ട് കേട്ടോ.
അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു നമ്മളിനി ഇലോയ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ചെറിയൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ ഒരു തിരക്കിലാണ് ഇവർ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൻ്റെ അവിടെ യൂണിറ്റ് ഭാരവാഹികളും യൂണിറ്റിലെ ഓരോ അംഗങ്ങളും ചേർന്ന് ഇലോയ് ചേട്ടന് വലിയൊരു സ്വീകരണം തന്നെയായിരുന്നു. ഇലോയ് ചേട്ടൻ എത്തിയതും പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ കുടകൾ പിടിച്ച് താലം പിടിച്ച് യൂണിറ്റിലെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാ കയറ് താലം പിടിക്കാൻ കയറ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങളും താലം പിടിക്കാനൊക്കെ കയറി. അങ്ങനെ നല്ലൊരു വരവേൽപ്പോട് കൂടിയിട്ട് ഇലോയ് ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് കയറ്റുന്നത് പോലെയാണ് നവവൈദികനെ വീട്ടിലേക്ക് കയറ്റുന്നത്. കുഞ്ഞുണ്ടല്ലോ അങ്ങനെ വീട്ടിൽ കയറിയിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളുടെ നവവൈദികൻ്റെ പ്രാർത്ഥനയും ആശീർവാദവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഒരു ചായ സൽക്കാരം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏതൊരു ചടങ്ങിൻ്റെയും മധുരം കൊടുക്കുന്നത് നല്ല സൂചനയായിട്ടാണല്ലോ ഇപ്പോൾ കണക്കാക്കുന്നത്. അപ്പോൾ ഏതൊരു ചടങ്ങായാലും ഇപ്പോൾ കേക്ക് മുറിക്കൽ അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിലും എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മധുരം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാണ്. നല്ലൊരു ദിവസത്തിൻ്റെ അത്രയും പവിത്രമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു അല്ലേ. ഇലോയ് ചേട്ടൻ്റെ ജീവിതത്തിലാണെങ്കിലും അദ്ദേഹം ഇനി ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന എല്ലാ മേഖലയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മധുരവും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസും സ്നേഹം നിറഞ്ഞുകൊണ്ട് മാത്രം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നീട് വന്ന എല്ലാവരും, അതായത് ഇപ്പോൾ ആൻറ്റി ആണെങ്കിലും അങ്കിളാണെങ്കിലും എല്ലാവരുടെയും ഒത്തിരി പ്രാർത്ഥനയും എല്ലാം കാരണമാണ് ഇപ്പോൾ ഇലോയ് ചേട്ടൻ ഇങ്ങനൊരു നല്ല ദിവസം ഉണ്ടായത്. ഇലോയ് ചേട്ടനാണെങ്കിലും ജോയൽ ചേട്ടനാണെങ്കിലും പുരോഹിതൻ എന്ന് പറയുമ്പോൾ അത്രയും ശ്രേഷ്ഠമായൊരു പൊസിഷൻ തന്നെയാണ്. അപ്പം യൂണിറ്റിലെ എല്ലാവരും തന്നെ, യൂണിറ്റ് ഭാരവാഹികളും അതുപോലെ നമ്മളെ റിലേറ്റീവ്സും എല്ലാവരും ഇലോയ് ചേട്ടന് ആശംസകളും എല്ലാം കൊടുക്കുന്ന ഒരു ചെറിയൊരു ഫംഗ്ഷൻ തന്നെയായിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്നത് കേട്ടോ.
വേദിയിൽ ദൂരെ നിന്നു ധന്യതാരകം ദൂരെ കാണുന്നു കാണുന്നു നീ പൽക്കൂട്ടിൽ വന്നു പിറന്നു. അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറയുന്ന ഒരു സമയം. നമ്മളെല്ലാവരും അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇയർമൗട്ടോ. അപ്പം നമ്മളെല്ലാവരും 2 ട്രിപ്പായിട്ടാണ് പോയത്. അതായത് നമ്മുടെ വണ്ടിയിലും പിന്നെ വേറൊരു റെൻറ്റഡ് കാറും എടുത്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇത്രയും നല്ലൊരു ഫങ്ഷൻ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി, നിങ്ങളെ എല്ലാവർക്കും കാണിച്ചു തരാൻ പറ്റി. അത്രയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളും ആൻഡ് ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷം എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.